നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. വൃദ്ധമാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമം, മകൻ അറസ്റ്റിൽ. തൊടിയൂർ മുഴങ്ങോടി സ്വദേശി രാജേഷാണ് അറസ്റ്റിലായത്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ജനനി അവാർഡ് മാതാ അമൃതാനന്ദമയ്ക്ക് സമ്മാനിച്ചു. ഗവർണർ RV ആർലേക്കറാണ് പുരസ്കാരം കൈമാറിയത്. വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. കാതികൻ കല്ലട BV കുട്ടി അനുസ്മരണവും അവാർഡ് സമർപ്പണവും 26-ന്. കിഴക്കേ കല്ലടയിലാണ് പരിപാടി. കാതിക സംഗമം, സെമിനാർ എന്നിവയും സംഘടിപ്പിക്കും. വിശദമായ വാർത്തകളിലേക്ക്. വൃദ്ധമാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച മകൻ അറസ്റ്റിൽ. തൊടിയൂർ മുഴങ്ങോടി സ്വദേശി രാജേഷാണ് അറസ്റ്റിലായത്. ഭാര്യ പിണങ്ങിപ്പോയതിന് കാരണം അമ്മയാണെന്ന് പറഞ്ഞ് തർക്കമുണ്ടാകുകയും വെട്ടുകത്തിയെടുത്ത് വൃദ്ധമാതാവിനെ വെട്ടുകയുമായിരുന്നു. വൃദ്ധയായ മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച മകൻ അറസ്റ്റിൽ. തൊടിയൂർ മുഴങ്ങോടി പുത്തൻപുരയിൽ വീട്ടിൽ രാജേഷാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. വ്യാഴാഴ്ചയായിരുന്നു സംഭവം. ഭാര്യ പിണങ്ങിപ്പോയതിന് കാരണം അമ്മയാണെന്ന കാരണം പറഞ്ഞ് രാജേഷ് അമ്മയുമായി തർക്കിച്ചു. തുടർന്ന് വെട്ടുകത്തിയെടുത്ത് സരസ്വതിയുടെ വലത് കൈയിൽ വെട്ടുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിന്തുടർന്ന് കവിൾ ഭാഗത്ത് വെട്ടുകയുമായിരുന്നു. പരിക്കേറ്റ സരസ്വതി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത കരുനാഗപ്പള്ളി പോലീസ് രാജേഷിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നേരത്തെയും പ്രതി തന്നെ ഉപദ്രവിക്കാറുണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കാതികൻ കല്ലട BV കുട്ടി അനുസ്മരണവും അവാർഡ് സമർപ്പണവും 26-ന് നടക്കും. കിഴക്കേ കല്ലടയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കാതിക സംഗമം, സെമിനാർ എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കുമെന്ന് സംഘാടകർ കൊല്ലത്ത് അറിയിച്ചു. കാതികൻ കല്ലട BV കുട്ടി അനുസ്മരണവും അവാർഡ് സമർപ്പണവും ഈ മാസം 26-ന് കിഴക്കേ കല്ലട സിനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. കാതിക പ്രതിഭാ പുരസ്കാരം സൂരജ് സത്യനും, യുവകാതിക പുരസ്കാരം അനഘ ആറിനും, സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഉമാദേവി തുരുത്തേരിക്കും, അധ്യാപക പുരസ്കാരം പ്രൊഫസർ ജയലക്ഷ്മിക്കും, ജീവകാരുണ്യ പുരസ്കാരം ജോർജ് F. സേവ്യർ വലിയ വീടിനുമാണ് സമ്മാനിക്കുന്നത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അഡ്വക്കേറ്റ് KP സജിനാഥ് അധ്യക്ഷനായ സമിതിയാണ് പുരസ്കാര ജേതാക്കളെ നിർണയിച്ചത്. 26-ന് രാവിലെ 10-ന് അനുസ്മരണ പരിപാടികൾ ഉല്ലാസ് കോവൂർ MLA ഉദ്ഘാടനം ചെയ്യും. കാതിക സംഗമം, സെമിനാർ, കവി സമ്മേളനം, കഥാപ്രസംഗ അരങ്ങേറ്റം എന്നിവ ഇതോടനുബന്ധിച്ച് നടക്കും. കഥാപ്രസംഗ സെമിനാർ അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം ഡോക്ടർ PK ഗോവൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലകളിൽ പ്രഗത്ഭരായവരെയും സ്കൂൾ, സർവകലാശാല യുവജനോത്സവങ്ങളിൽ കഥാപ്രസംഗ മത്സരങ്ങളിൽ വിജയികളായവരെയും പരിപാടിയിൽ ആദരിക്കും. കാതികൻ കല്ലട BV കുട്ടി ഫൗണ്ടേഷൻ, കഥാപ്രസംഗ പരിപോഷണ സമിതി, കവിത്രയ ഗ്രന്ഥശാല എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് VV ജോസ് കല്ലട, അഡ്വക്കേറ്റ് KP സജിനാഥ്, VT കുരിപ്പുഴ, VV ലാൽ, G. വേലായുധൻ എന്നിവർ അറിയിച്ചു. പ്രതിഭകളെ സംഭാവന ചെയ്ത ജില്ലയാണ്. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഈ സാംബശിവനാണ്. അതിനു മുമ്പ് തന്നെ KK വാദ്യാരൻ, പിൽക്കാലത്ത് കൊല്ലം ബാബു, ദേവദത്ത സുകുമാരൻ, കടക്കോട് വിശ്വനാഥൻ, അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് പരിചയമുണ്ട്. ആ ശ്രേണിയിൽപ്പെട്ട ഒരു പഴയ കാർത്തികന്റെ ഓർമ്മ ദിവസവുമായി ബന്ധപ്പെട്ട് ഉള്ള പരിപാടിയാണ് ഞങ്ങൾ നേരത്തെയും എല്ലാ വർഷവും നടത്താറുണ്ട്. 5 വർഷം കൂടി ഇരിക്കുമ്പോഴാണ് വിപുലമായ തോതിൽ ഈ പരിപാടി നടത്തുന്നത്. കാതികൻ കല്ലട BV കുട്ടി അനുസ്മരണം. ഈ കഥാപ്രസംഗം എന്ന് പറയുന്ന കലാരൂപം വളരെ പ്രതിസന്ധികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം പരിപാടികളിലൂടെ കഥാപ്രസംഗത്തെ വീണ്ടും ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു ഉദ്യമം എന്നുള്ള നിലയിലും 2011 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ജൂലൈ മാസത്തിൽ ഒരു ദിവസം, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം കാതിക സംഗമമായിട്ട്, പ്രത്യേകിച്ച് ഇതിൻ്റെ സംഘാടകർ എന്ന് പറയുന്നത് ഈ അനുസ്മരണ അവാർഡ് സമർപ്പണവും ഒക്കെ നടത്തുന്നതിൻ്റെ സംഘാടനം എന്ന് പറയുന്നത് കഥാപ്രസംഗത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ന്യൂസ് ബ്യൂറോ, കൊല്ലം.
കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം 25-ന് കൊല്ലത്ത് നടക്കും. സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. മന്ത്രി എം ലിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ 46ാമത് സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച കൊല്ലം സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടക്കും. രാവിലെ 10-ന് മന്ത്രി എം ലിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KSCA സംസ്ഥാന പ്രസിഡന്റ് സജികുമാർ അധ്യക്ഷത വഹിക്കും. മന്ത്രി ബിന്ദു കൃഷ്ണ മുഖ്യ അതിഥിയാകും. ലഹരിമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തോടെ എക്സൈസ് വകുപ്പ് നടത്തുന്ന നിയമ നിർവഹണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകുകയെന്ന സന്ദേശമാണ് സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1500ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ ആർ ആരോമൽ, ജില്ലാ പ്രസിഡന്റ് എൻ ബിജു, ജില്ലാ സെക്രട്ടറി അജീഷ് മധു, ജില്ലാ വൈസ് പ്രസിഡന്റ് PR ജ്യോതി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. സംസ്ഥാന സമ്മേളനം വിപുലമായ പരിപാടികളോടുകൂടി ആരാധനയായ എക്സൈസ് മന്ത്രി ശ്രീ എം ലിജു സാർ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. മയക്കുമരുന്ന് വ്യാപനവും വ്യാജമദ്യവും സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്ന ഗുരുതര വെല്ലുവിളികളെ നേരിടുന്നതിനായി ശക്തമായ നിയമ നിർവഹണവും ജനകീയ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വകുപ്പാണ് കേരള എക്സൈസ് വകുപ്പ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓർഫനേജ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കുടുംബ സംഗമം ശനിയാഴ്ച ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. പ്രതിഭാ പുരസ്കാരവും ഇതോടനുബന്ധിച്ച് നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ഓർഫനേജ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ ക്ഷേമ സ്ഥാപനങ്ങളുടെയും കുടുംബസംഗമമാണ് ശനിയാഴ്ച രാവിലെ 9 മുതൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് യോഗ ഹാളിൽ സംഘടിപ്പിക്കുന്നത്. ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസിച്ച് പഠിച്ച SLC +2 പരീക്ഷകളിലും മറ്റ് ഉന്നത പരീക്ഷകളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കും. മന്ത്രി ബിന്ദു കൃഷ്ണ പരിപാടി ഉദ്ഘാടനം ചെയ്യും. NK പ്രേമചന്ദ്രൻ MP മുഖ്യപ്രഭാഷണം നടത്തും. ഓർഫനേജ് അസോസിയേഷൻ പ്രസിഡന്റ് വർഗീസ് തരകൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഹരികുമാരൻ നായർ എന്നിവർ പ്രതിഭകൾക്ക് പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഓർഫനേജ് അസോസിയേഷൻ പ്രസിഡന്റ് വർഗീസ് തരകൻ, സെക്രട്ടറി പാലുവള്ളി A നാസിമുദ്ദീൻ മന്നാനി, ട്രഷറർ CS ശൈലേന്ദ്രബാബു, SR അരുൺ ബാബു, MA ബഷീർ, തേവലക്കര JM നാസറുദ്ദീൻ എന്നിവർ അറിയിച്ചു. നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ദുഃഖിതരായിട്ടുള്ള അനാഥരായിട്ടുള്ളവരെ അവരെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസവും അല്ലാതെ വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കുകയും അവർക്ക് സ്നേഹവും കരുതലും നൽകുക എന്നുള്ളതാണ് ഓർഫനേജ് അസോസിയേഷൻ ലക്ഷ്യം. അത് പ്രകാരമായിട്ടാണ് ഇപ്പോൾ ഈ വർഷം SLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ സംഗമം നടത്തുക എന്നുള്ളതാണ്. ഈ സ്ഥാപനങ്ങളിലുള്ള അവർ പലപ്പോഴും അവരുടെ ഭവനങ്ങളിൽ തന്നെ ഇങ്ങനെ ദീർഘനാളം ഇരിക്കുമ്പോൾ അവർക്കൊരു വ്യത്യസ്തമായ ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള കുടുംബ സംഗമവും ഈ പ്രോഗ്രാമും നടത്തുന്നത്. നമുക്കറിയാം, നമ്മൾ എല്ലാ കുട്ടികളെയും നമ്മുടെ സമൂഹത്തിൽ ക്ലബ്ബുകളായാലും മറ്റവരൊക്കെ ആദരിക്കുമ്പോൾ ഇത്തരത്തിൽ സ്ഥാപനങ്ങളിൽ പഠിച്ച ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിക്കാൻ ഒരു ചടങ്ങ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അസോസിയേഷൻ അതിനെ മുൻകൈ എടുത്ത് ഇത്തരത്തിൽ ഈ കുട്ടികളെ അഭിനന്ദിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ മുഖ്യമായി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ അവറുകളാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. TP പത്മനാഭൻ ആചാര്യ സ്മാരക സാഹിത്യ പുരസ്കാര സമ്മേളനം 26-ന് നടക്കും. വിശ്വകർമ്മ വേദ പഠന കേന്ദ്രം, TP പത്മനാഭൻ ആചാര്യ സ്മാരക ട്രസ്റ്റ്, ആറ്റൂർ കളരി സംഘം, അഖില കേരള വിശ്വകർമ്മ മഹാസഭ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശ്വകർമ്മ വേദ പഠന കേന്ദ്രം, TP പത്മനാഭനാചാര്യ സ്മാരക ട്രസ്റ്റ്, ആറ്റൂർ കളരി സംഘം, അഖില കേരള വിശ്വകർമ്മ മഹാസഭ ആശ്രാമം 702B ശാഖ എന്നിവ സംയുക്തമായാണ് TP പത്മനാഭനാചാര്യ സ്മാരക സാഹിത്യ പുരസ്കാര സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 2-ന് കടപ്പാക്കട സ്പോർട്സ് ക്ലബിലാണ് പരിപാടിയെന്ന് സംഘാടകർ അറിയിച്ചു. സാഹിത്യ പുരസ്കാര ദാന സമ്മേളനം ജൂലൈ 26 ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് നടക്കും എന്നുള്ള പത്ര വാർത്ത നമ്മുടെ എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം. പ്രമുഖ സംസ്കൃത പണ്ഡിതനും ആയുർവേദ വിശാരദനും നിർമ്മാണ തൊഴിലാളി നേതാവുമായിരുന്ന ശ്രീ TP പത്മനാഭൻ ആചാര്യയുടെ സ്മരണ നിലനിർത്തുന്നതിന് 2 വർഷത്തിൽ ഒരിക്കൽ നൽകുന്ന സാഹിത്യ പുരസ്കാരമാണ്
TP പത്മനാഭൻ ആചാര്യ സ്മാരക സാഹിത്യം. അതിൽ രണ്ടാമത് പുരസ്കാരദാന സമ്മേളനമാണ്. ഇത് പുരസ്കാരദാനത്തിന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രൊഫസർ GK ശശിധരൻ സാറിനെയാണ്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറും വിവിധ ശാസ്ത്ര സംഘടനകളുടെ അധിപനും വിവിധ SN കോളേജുകളിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയുമായിരുന്ന പ്രമുഖ ശാസ്ത്ര സാഹിത്യകാരൻ, വൈജ്ഞാനിക സാഹിത്യകാരനുമായ, പ്രത്യേകിച്ച് ആശ്രാമത്ത് താമസിക്കുന്ന നിരവധി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരിക്കുകയും ചെയ്തിട്ടുള്ള പ്രഗത്ഭനായ സാഹിത്യകാരനാണ് പ്രൊഫസർ GK ശശിധരൻ സാർ. അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക സാഹിത്യത്തെയാണ് ഈ അവാർഡിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ആറ്റൂർ ശരത്ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. മന്ത്രി PC വിഷ്ണുനാഥ് പുരസ്കാരദാനം നിർവഹിക്കും. കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ GK ശശിധരൻ പുരസ്കാരം ഏറ്റുവാങ്ങുമെന്ന് ആറ്റൂർ ശരത്ചന്ദ്രൻ, P വിജയബാബു, TP ശശാങ്കൻ, ആശ്രാമം സുനിൽകുമാർ, L പ്രകാശ്, രാമചന്ദ്രൻ കടകംപള്ളി, R നന്ദകുമാർ, ചന്ദ്രമോഹൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ജനനി അവാർഡ് മാതാ അമൃതാനന്ദമയിക്ക് സമ്മാനിച്ചു. അമൃതപുരി ആശ്രമത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ RV ആർലേക്കറാണ് പുരസ്കാരം സമ്മാനിച്ചത്. മാനവിക സാമൂഹ്യ സേവനം, സ്ത്രീ ശാക്തീകരണം, സമൂഹ പരിവർത്തനം തുടങ്ങിയ മേഖലകളിൽ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയത്. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ 11ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ജനനി അവാർഡ് മാതാ അമൃതാനന്ദമയിക്ക് സമ്മാനിച്ചു. മാനവിക സാമൂഹ്യ സേവനങ്ങൾ, സമൂഹ പരിവർത്തനം, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിൽ മാതാ അമൃതാനന്ദമയി നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം സമ്മാനിച്ചത്. മറ്റുള്ളവർക്കായി സേവനം ചെയ്യുമ്പോഴാണ് മനുഷ്യജന്മം പൂർണ്ണമാകുന്നതെന്ന അമ്മയുടെ സന്ദേശം മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജീവിത ദർശനത്തോടും മൂല്യങ്ങളോടും ചേർന്ന് നിൽക്കുന്നതാണെന്ന് ചടങ്ങിൽ സംസാരിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. Amma doesn't require any introduction. What is she, how she has developed herself, and what she is doing for the whole humanity doesn't require any introduction. Place, region, religion, people is not the barrier at all. For her, everything is humanity. She knows what is humanity and her life is for humanity. She has placed her whole life for the human beings, not for herself. Life is not for herself, it is for others. And that is the greatness of the great souls. Dr. Kalam's life was same thing. What did he give us? He gave us everything. The science, the space, the astronomy. All that, the person of his greatness, his caliber was on this earth, was the president of India. രാജ്യത്തെ ശാസ്ത്രരംഗത്ത് ഉന്നതിയിലെത്തിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച മഹത്തായ വ്യക്തിത്വമായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിച്ച മാതാ അമൃതാനന്ദമയി പറഞ്ഞു. ശാസ്ത്രജ്ഞനും ദാർശനികനും ദീർഘദൃഷ്ടിയുള്ളതും കലാകാരനും രാജ്യസ്നേഹിയും എഴുത്തുകാരനും കവിയും എല്ലാമായിരുന്നു. പക്ഷെ ഇതൊന്നുമല്ല അദ്ദേഹത്തെ വ്യത്യസ്തനും അതുല്യനും ആദരപൂർവ്വം സ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എളിമയും സ്നേഹവുമാണ്. എത്ര ഉയരങ്ങളിലെത്തിയെങ്കിലും ഞാൻ ഒന്നുമല്ല എന്നുള്ള മനോഭാവവും വിനയപൂർവ്വമുള്ള ആ സമീപനമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിയത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ദർശനവും മൂല്യങ്ങളും ആസ്പദമാക്കി AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരുക്കുന്ന കലാംസ് ഏഞ്ചൽ എന്ന പ്രചോദനാത്മക ചിത്രത്തിന്റെ ഔദ്യോഗിക പോസ്റ്റർ പ്രകാശനവും രാജ്യവ്യാപക വനിതാ ശാക്തീകരണ പ്രസ്ഥാനമായ ജനനി 2026 ഔദ്യോഗിക ഉദ്ഘാടനവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിച്ചു. APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ APJM നസീമ മരക്കാർ, എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ ജെറി മാത്യു, ഓർഗനൈസിംഗ് സെക്രട്ടറി ഒളീവിയ സൈറ റൈജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. കൊല്ലം V പാർക്കിന് മുന്നിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. നേടിയെടുക്കാൻ
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് SFIയുടെ നേതൃത്വത്തിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കൊല്ലം വി പാർക്കിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. ബാരിക്കേഡിന് മുകളിലൂടെ ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് പ്രവർത്തകർ പ്രവേശിച്ചു. പോസ്റ്റ് ഓഫീസിലേക്ക് കടക്കുവാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിലാണ് ഉന്തും തള്ളും ഉണ്ടായത്. തുടർന്ന് നേതാക്കളെത്തിയാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത്. SFI കേന്ദ്ര കമ്മിറ്റി അംഗം SK ആദർശ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ കാലയളവിൽ നടത്തിയിട്ടുള്ള അഴിമതികൾ, ഈ രാജ്യത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലയുടെ കായ്വൽക്കരണം, ഈ രാജ്യത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലയെയും പരീക്ഷകളെയും മത്സര പരീക്ഷകളെ ആകെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് മാറിയതിന്റെ ഭാഗമായി ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് SFI ഈ രൂപത്തിൽ സംസ്ഥാനത്തിലെ മുഴുവൻ ജില്ലാ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തുന്നത്. അങ്ങനെ മാർച്ച് നടത്തുമ്പോഴും കേരളത്തിന്റെ പോലീസിന്റെ, കേരളത്തിലെ VD സതീശന്റെ പോലീസിന്റെ നിലയെന്താ? ഇവർ SFIയുടെ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ പറഞ്ഞ ഇത് അതുപോലെ തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കേരളത്തിനകത്തെ വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ ഇന്ന് ഈ കേരളത്തിൽ നിലനിൽക്കുന്ന പോലീസ് ഫോഴ്സിനൊന്നും ആകില്ല എന്ന് കാക്കിയിട്ട് ഏമാന്മാർ മനസ്സിലായിക്കൊള്ളാം. ഇന്ന് SFIയുടെ സമരശക്തിയെ, സമരച്ചൂടിനെ അടിച്ചമർത്താൻ കഴിഞ്ഞ കാലയളവിലും കാക്കിയിട്ട് ഏമാന്മാർ ഒരു കാലഘട്ടത്തിൽ മുഴുവനായി ശ്രമിച്ചതാണ്. അതിനെയെല്ലാം മറികടന്നാണ് ഇന്ന് കാണുന്ന അവകാശ പോരാട്ടങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലേക്ക് ഇന്ന് SFI എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ അടിച്ചമർത്താനൊന്നും ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന പോലീസ് ഫോഴ്സിനാകില്ല എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. SFI ജില്ലാ പ്രസിഡന്റ് അസ്ലം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അജ്മൽ, ജ്യോതി, DYFI ജില്ലാ സെക്രട്ടറി ശ്രീനാഥ, പ്രസിഡന്റ് ഹരികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൗൾട്രി മേഖലയിലെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ ഭാരവാഹികൾ അറിയിച്ചു. മന്ത്രി KM ഷാജിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിലെ പൗൾട്രി മേഖല അഭിമുഖീകരിക്കുന്ന വിവിധ വെല്ലുവിളികൾ സർക്കാർ ഗൗരവത്തോടെ പരിഗണിക്കുകയും ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുമെന്ന് മന്ത്രി KM ഷാജി അറിയിച്ചു. ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ ഭാരവാഹികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. മന്ത്രിയെ നേരിൽ കണ്ട് ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ നിവേദനം നൽകിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചതെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ജനറൽ സെക്രട്ടറി SK നസീർ, ട്രഷറർ രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള നിവേദന സംഘമാണ് മന്ത്രിയെ കണ്ടത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. 6 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം, യുവാവ് അറസ്റ്റിൽ. ചാത്തന്നൂരിലാണ് സംഭവം. വരിഞ്ഞം സ്വദേശി സുജിത്താണ് അറസ്റ്റിലായത്. 6 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് യുവാവിനെ ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വരിഞ്ഞം ചരിവിള പുത്തൻവീട്ടിൽ 31കാരനായ സുജിത്താണ് പിടിയിലായത്. വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ എടുത്തുകൊണ്ട് സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ടെത്തിയ അമ്മയെ കണ്ട് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. കുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് മുന്നിലെത്തിച്ച് കൗൺസിലിംഗിന് വിധേയയാക്കി. കൗൺസിലിംഗിലൂടെയാണ് പീഡനശ്രമം കുട്ടിയെ വ്യക്തമാക്കിയത്. ചാത്തന്നൂർ SHO വിനോദ്, SI ബിജുപാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ചാത്തന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. വൃദ്ധമാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമം, മകൻ അറസ്റ്റിൽ. തൊടിയൂർ മുഴങ്ങോടി സ്വദേശി രാജേഷാണ് അറസ്റ്റിലായത്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ജനനി അവാർഡ് മാതാ അമൃതാനന്ദമയ്ക്ക് സമ്മാനിച്ചു. ഗവർണർ RV ആർലേക്കറാണ് പുരസ്കാരം കൈമാറിയത്. വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം.
കാതികൻ കല്ലട ബീവി കുട്ടി അനുസ്മരണവും അവാർഡ് സമർപ്പണവും 26-ന്. കിഴക്കേ കല്ലടയിലാണ് പരിപാടി. കാതിക സംഗമം, സെമിനാർ എന്നിവയും സംഘടിപ്പിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.